നമസ്കാരം. ചിന്തിച്ചാൽ ഒരന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. പഴമൊഴിയാണ്, പക്ഷെ വളരെ അർത്ഥവത്താണ്. ഞാൻ വളരെ അർത്ഥവത്താണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഞാൻ ഒരു സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഏത് നേതാക്കളാണ് ഏറ്റവും മോശപ്പെട്ടവരെന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നവരാരാണെന്ന് പറയുമോ? സാധിക്കുമോ? ഇല്ല. ഞാൻ ഈ നേതാക്കളെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കളും ജോലി ചെയ്യാതെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കുന്ന രണ്ട് വർഗങ്ങളാണെന്ന് പറയേണ്ടതായിട്ട് തന്നെ വരൂല്ലേ? എന്താണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെല്ലാം ഉണ്ട് അല്ലേ? കള്ളുണ്ട്, പെണ്ണുണ്ട്, പണമുണ്ട് അല്ലേ? ഇത് ഏത് രീതിയിൽ വേണേലും മുതലാക്കുക എന്നുള്ള കുറുക്കന്മാർ ഒരുപാടുള്ള സ്ഥലം അവിടെ തന്നെയാണല്ലേ? ആണോ? അല്ല. മതനേതാക്കളിലും ഉണ്ട്. ഏത് മതത്തിലാണ് ഇല്ലാത്ത? ഇനി ചില മതങ്ങളിൽ മദ്യം ഉപയോഗിക്കില്ല എങ്കിലും മറ്റേ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം, പെണ്ണായാലും ആണായാലും സെക്സ്വലും പണവും, ഇത് രണ്ടും മുതലാക്കുന്ന ഒരുപാട് മനുഷ്യരാണ് ഇന്ന് ഈ ലോകത്തുള്ളതില്ലേ? സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിടിയിൽ വീഴുന്നു പോകുന്ന ആരാന്നറിയോ? സാധാരണ കുറേ മനുഷ്യരാണ്. രാഷ്ട്രീയത്തോടും മതത്തോടൊന്നും ഒരുപാട് ഹുബ്ബൊന്നും കാണിക്കാത്ത, ഹുബ്ബെന്ന് വെച്ചാൽ പ്രേമമൊന്നും കാണിക്കാത്ത, സ്നേഹമൊന്നും കാണിക്കാത്ത ചില മനുഷ്യരുണ്ട്. നിഷ്പക്ഷമായി നിൽക്കുന്ന, അവരുടെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും, അവരെ എങ്ങനെയാണ് മതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുക, അവരെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുക എന്ന രീതിയിലാണ് ഇവറ്റകളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ടായിരിക്കും ഈ രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും ഈ ആൾക്കാർ ഇങ്ങനെ ഇടിച്ച് കയറുന്നത് അല്ലേ? ചിന്തിച്ചാൽ ഒരന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് ആദ്യം പറഞ്ഞ ഇതുകൊണ്ടൊക്കെ തന്നെ. എന്തായാലും ഈ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും മതനേതാക്കളിൽ നിന്നുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് ആശിക്കാം. വരും കാലങ്ങൾ എങ്ങനെ ആയിത്തീരുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. ഒമാനിലെ ഇബ്രയിൽ നിന്ന് കോയിൽ നിസാർ. ബൈ.